പ്രിയപ്പെട്ടവരെ, ഈ ലക്കമാഴ്ചവട്ടം നിങ്ങളുടെ മുമ്പിലെത്തുന്നത് സഖാവ് പി കൃഷ്ണപിള്ളയുടെ സ്മരണ പുതുക്കുന്ന ദിനത്തിലാണ്. കൃഷ്ണപിള്ളയുടെ സമരതീഷ്ണമായ ഓർമ്മകളെ മുൻനിർത്തി വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് അപൂർവം ചില കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രക്ഷോഭകനും അതുപോലെ തന്നെ എല്ലാ നിലയിലും പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ആദ്യകാല നേതാവുമായിരുന്നു സഖാവ് കൃഷ്ണപിള്ള. സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 76 വർഷം ഇന്നേക്ക് പൂർത്തിയായിരിക്കുകയാണ്. കൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് 1930 കോഴിക്കോട്ട് എത്തിച്ചേരുന്നതോടുകൂടിയാണ്. 20 വർഷമാണ്, ഏകദേശം 20 കൊല്ലക്കാലമാണ് സഖാവ് പി കൃഷ്ണപിള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സന്ദർഭമുണ്ടായത്. 42 വയസ്സുവരെ മാത്രമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. എന്നാൽ അസാധാരണമായ സംഘടനാ വൈഭവം അദ്ദേഹം ഈ കാലത്ത് പ്രകടിപ്പിക്കുകയുണ്ടായി. നാടുമായും അതുപോലെ ജനങ്ങളുമായെല്ലാം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു ഈ 2 പതിറ്റാണ്ട് കാലത്ത് സഖാവ് നടത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സഖാവ് എന്ന പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പര്യായമായി മാറിക്കഴിഞ്ഞത്. 1906 വൈക്കത്താണ് സഖാവ് കൃഷ്ണപിള്ള ജനിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത്. ഒരുപാട് ജോലികളെല്ലാം കുട്ടിക്കാലത്ത് തന്നെ ജോലികളിലെല്ലാം ഏർപ്പെട്ടതിന് ശേഷം ബനാറസിൽ എത്തിച്ചേരുകയും അവിടെ നിന്നാണ് അദ്ദേഹം ഹിന്ദി പഠിച്ച് ഹിന്ദി പ്രചാരകനായി മാറിയത്. തുടർന്ന് പൊതുരംഗത്തേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കുകയാണ്. ദേശീയ പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും അദ്ദേഹം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുകയുണ്ടായി. 1937 കേരളത്തിൽ കോഴിക്കോട് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെല്ലിൽ അദ്ദേഹം അംഗമായി. അതിനെ തുടർന്ന് 1939 പിണറായി പാറപ്പുറത്ത് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപം അല്ലെങ്കിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവെന്ന് ഏറ്റവും ഏറെ ആധികാരികമായി വിശേഷിപ്പിക്കാൻ കഴിയുന്നത് കൃഷ്ണപിള്ളയെ തന്നെയാണ്. ഇത് സഖാവ് EMS തന്നെ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിലൊക്കെ പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ത്യാഗനിർഭരമായ പോരാട്ടങ്ങളുടെ ഒരു പര്യായം തന്നെയായിരുന്നു കൃഷ്ണപിള്ള എന്ന് നമുക്ക് പറയാം. ഉപ്പു സത്യാഗ്രഹത്തിനിടയിൽ കോഴിക്കോട് കടപ്പുറത്ത് ദേശീയ പതാക, ത്രിവർണ പതാക വിട്ടുകൊടുക്കാതെ എന്ന് ബോധം കെടുന്നതുവരെ മർദ്ദനം അനുഭവിച്ചതും ഇതെല്ലാം സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ത്രസിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പങ്കെടുത്തും സഖാവ് ഭീകരമായ ക്രൂരമായ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി 1934 തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും അതിൽ കേന്ദ്രീകരിച്ച് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തന രംഗത്ത് വിപുലമായ നിലയിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ അദ്ദേഹം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവുമേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ആലപ്പുഴയിലെ കയർ തൊഴിലാളികളെയും അതുപോലെ കോഴിക്കോട്ടും കണ്ണൂരുമെല്ലാം നെയ്ത്ത് തൊഴിലാളികളെയും അതുപോലുള്ള പാവപ്പെട്ട തൊഴിലാളി വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വിശേഷിച്ച് മലബാർ മേഖലയിലൊക്കെയുള്ള കർഷക സമരങ്ങൾക്ക്
അതിനെല്ലാം ശക്തി പകരുന്നതിൽ കൃഷ്ണപിള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമർത്ഥമായ നേതൃത്വം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഒളിവിലിരുന്നു കൊണ്ട് ഇത്തരം പോരാട്ടങ്ങൾക്ക് അദ്ദേഹം ഏറ്റവും ഫലപ്രദമായ നിലയിൽ നേതൃത്വം നൽകി ഈ കാലയളവിൽ എന്നുള്ളതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന് പല സന്ദർഭങ്ങളിലായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലുടനീളം പല വേഷത്തിലും പേരുമാറ്റിയുമെല്ലാം സഞ്ചരിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ത്യാഗനിർഭരമായ പങ്ക് എക്കാലത്തും സ്മരിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇടപഴകുന്ന എല്ലാവരെയും ആകർഷിക്കുന്ന, അല്ലെങ്കിൽ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന പെരുമാറ്റ ശൈലിയുടെ ഉടമയായിരുന്നു അദ്ദേഹം എന്നുള്ളതും EMSനെ പോലുള്ളവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന്, അദ്ദേഹത്തെ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ലേഖനങ്ങളിൽ നിന്നും എല്ലാം, അനുസ്മരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. EMS തന്നെ പറയുന്നത് കോഴിക്കോട് അക്കാലത്തെ സബ് ജയിലിൽ വെച്ചാണ് EMSും കൃഷ്ണപിള്ളയും എല്ലാം തമ്മിൽ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും എന്നുള്ളതാണ്. EMS തന്നെ പറയുന്നത് EMSനെ ഒരു കമ്മ്യൂണിസ്റ്റായി രൂപപ്പെടുത്തുന്നതിൽ കൃഷ്ണപിള്ള വഹിച്ച പങ്ക് EMS തന്നെ അത് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ അക്കാലത്തെ ആദ്യകാലത്തെ പാർട്ടിയുടെ നേതാക്കന്മാരായി പിന്നീട് ഉയർന്നു വന്നിട്ടുള്ള പലരെയും കണ്ടെത്തുന്നതിലും അതുപോലെ തന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിലും രൂപപ്പെടുത്തുന്നതിലുമെല്ലാം കൃഷ്ണപിള്ള വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഘട്ടത്തിൽ ആ മേഖലയിൽ കേന്ദ്രീകരിച്ച് ഒളിവിലിരുന്നു കൊണ്ടും എല്ലാം സഖാവ് കൃഷ്ണപിള്ള നടത്തിയിട്ടുള്ള പ്രവർത്തനവും നൽകിയ നേതൃത്വവും ശ്ലാഘനീയമായിരുന്നു. തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ശരിയായ നേതൃത്വം നൽകുന്നതിന് ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് ഒളിവിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഇത്തരമൊരു ഒളിവ് ജീവിതത്തിനിടയിലാണ് പാർട്ടിയെ സമർത്ഥമായി ഒളിവിലിരുന്ന്, പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് പാർട്ടിയെ ഒളിവിലിരുന്ന് നയിക്കുന്നതിനിടയിലാണ് സഖാവിന് പാമ്പ് കടിയേൽക്കുന്നതും അതുപോലെ തന്നെ തുടർന്ന് മരണം സംഭവിക്കുന്നതെല്ലാം. അവസാന ശ്വാസം നിലക്കുന്നതിന് മുമ്പ് കൃഷ്ണപിള്ള കുറിച്ചു വെച്ച സഖാക്കളെ മുന്നോട്ട് എന്ന വാക്ക് അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ആഹ്വാനമായിരുന്നു. അതിന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി സ്രോതസ്സായി എല്ലാവരുടെയും മനസ്സിൽ വഴിവിളക്കായി നിൽക്കുകയാണ്. കൃഷ്ണപിള്ളയെ പോലുള്ള ത്യാഗധനരായ നേതാക്കളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ കേരളത്തിൽ, രാജ്യത്ത് ഒരുപാട് മാറ്റമുണ്ടായി. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പോലും അതിനെ തുടർന്ന് നമുക്ക് ലഭ്യമായതാണ് എന്ന് നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് RSS നയിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ പോലും തകർക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കോർപ്പറേറ്റ് നയങ്ങൾ മുന്നോട്ട് വെച്ച് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന, അതിന് കോർപ്പറേറ്റുകൾക്ക് സഹായകരമായ നിലപാടാണ് ഒന്നൊന്നായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഉള്ള നിലപാടുകൾക്കൊപ്പം തന്നെ വർഗീയ ധ്രുവീകരണ അജണ്ടയും കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഭരണം ഉപയോഗിച്ച് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ ഇന്ന് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത്തരം നയങ്ങളെയെല്ലാം ശക്തമായി പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി
ജനങ്ങൾ, കൃഷിക്കാരും തൊഴിലാളികളും ഇതര ജനവിഭാഗങ്ങളുമെല്ലാം സംഘടിതരായി മുന്നോട്ട് വരുന്ന ഒരു ഘട്ടം കൂടിയാണ്, സന്ദർഭം കൂടിയാണിത്. ഇവിടെ ഇന്നത്തെ നിലയിലേക്ക് കേരളത്തെ രൂപപ്പെടുത്തി വളർത്തിയെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ ലോകം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ളൊരു പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപപ്പെടുത്തുന്നതിൽ, അതിനടിത്തറ പാകുന്നതിൽ കൃഷ്ണപിള്ളയുടെ പങ്ക് വളരെ വലുതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന്, ജനങ്ങളാകെ ഐശ്വര്യസമൃദ്ധമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനവുമായി LDF സർക്കാർ മുന്നോട്ട് പോകുന്ന സന്ദർഭം കൂടിയാണിത്. കോർപ്പറേറ്റ് വർഗീയ അജണ്ടകൾക്കെതിരായി ജനകീയ ബദൽ ഉയർത്തി മതനിരപേക്ഷ ഉള്ളടക്കം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം മുറുകെ പിടിച്ചുകൊണ്ട്, അത്തരമൊരു അജണ്ട മുറുകെ പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തിച്ച് മുന്നേറുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിനെ ഏത് വിധേനയും ദുർബലപ്പെടുത്താനാണ് കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. അതിന് സാമ്പത്തിക ഉപരോധമടക്കം കണ്ണിൽ ചോരയില്ലാത്ത വിധം ഇവിടെ നടപ്പിലാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുടിലമായ നീക്കങ്ങളെ ഒരു തരത്തിലും എതിർക്കുന്നതിന് തയ്യാറാവാതെ, ഇതിലൊന്നും യാതൊരു വിധത്തിലും പ്രതികരിക്കാൻ തയ്യാറാവാതെ, കേന്ദ്രത്തിൻ്റെ ഇത്തരം ഹീനമായ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന നിലപാടിനെ സഹായിക്കുന്ന സമീപനമാണ് കേരളത്തിലെ UDF സ്വീകരിക്കുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒന്നൊന്നായി തിരിച്ചു പിടിക്കുന്ന സന്ദർഭത്തിലും ഈ നാടിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി യോജിച്ച് നിൽക്കുന്നതിന്, ജനങ്ങളുടെ യോജിപ്പ് വളർത്തിയെടുത്ത് ഒന്നിച്ചു നിൽക്കുന്നതിന് കേരളത്തിലെ UDF തയ്യാറാവുന്നില്ല. അവർ ഇടതുപക്ഷ വിരുദ്ധത മാത്രമാണ് അവർ അജണ്ടയായി സ്വീകരിക്കുന്നത്. പ്രകൃതി ദുരന്തത്തിൻ്റെ വലിയ ആഘാതം കൂടി കേരളം ഇന്ന് അനുഭവിക്കുകയാണ്. ഇവിടെ സഖാവ് കൃഷ്ണപിള്ളയുടെ സ്മരണ നാം ഒരിക്കൽ കൂടി പുതുക്കുന്ന ഘട്ടത്തിൽ വയനാട്ടിൽ അപ്രതീക്ഷിതമായ പ്രകൃതി ദുരന്തം, ഉരുൾപൊട്ടൽ നാം നേരിടേണ്ടി വന്നു. അതിനിരയായവരെ പുനരധിവസിപ്പിക്കാനും നാടാകെ ഒന്നിച്ചിപ്പോൾ കൈകോർത്ത് പിടിച്ച് മുന്നേറുന്ന സന്ദർഭമാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് എല്ലാവിധത്തിലും ഉള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും എല്ലാം വിസ്മയകരമായ നിലയിൽ ഏകോപിപ്പിച്ച് മുന്നോട്ട് വരികയാണ്. എന്നാൽ കേരളത്തോട് ഈ ഘട്ടത്തിൽ പോലും അവഗണനയും അതുപോലെ തന്നെ അടങ്ങാത്ത വിരോധവും കേന്ദ്ര ഗവൺമെൻറ് തുടരുന്നു എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരോടും അതുപോലെ തന്നെ വിദഗ്ധന്മാരോടുമെല്ലാം കാലാവസ്ഥാ മുന്നറിയിപ്പ് സംബന്ധിച്ച കേരള ഗവൺമെൻറ്റിനെ വിമർശിച്ച് ലേഖനം പ്രസിദ്ധീകരിക്കുന്നതിനും അതുപോലെ തന്നെ പ്രചാരണം നടത്തുന്നതിനും എല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും അതുപോലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും എല്ലാം ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു ശാസ്ത്രജ്ഞന്മാർക്കും വിദഗ്ധന്മാർക്കും എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് പറയേണ്ടതില്ല. ഇങ്ങനെയുള്ള ഇത്തരമൊരു ദുരന്തത്തിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുത്തുന്നതിന് അതുപോലെ ജനങ്ങളുടെ ആകെ കണ്ണീരൊപ്പാനും എല്ലാവരും കൂടി ചേർന്ന് ശ്രമിക്കുന്ന സന്ദർഭമാണ് ഇവിടെ. അതാണ് കേരളത്തിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അത്തരമൊരു ദുരന്തം മുഖത്ത് വെച്ചും കേന്ദ്ര ഗവൺമെൻറ് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പാണ്, അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹം തന്നെയാണ്. വയനാട്ടിലെ അതിദാരുണമായ ദുരന്തത്തിനിരയായവർക്ക് ആശ്വാസം പകരാൻ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ എല്ലാവരും സഹായം എത്തിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിൻ്റെ സമയമാണിപ്പോൾ. വയനാടിനെ പുനർനിർമ്മിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണം എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കഴിയുന്ന സഹായം എത്തിക്കേണ്ടതുണ്ട്. അത് CPIM-ൻ്റെ ഘടകങ്ങൾ, എല്ലാ തരത്തിലുമുള്ള ഘടകങ്ങളും സഹാക്കളും അതിനാവശ്യമായി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന അതിവിപുലമായ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ 10-11 തീയതികളിൽ സംഘടിതമായി രംഗത്തിറങ്ങി നടത്തുകയുണ്ടായി. വർഗഭൂജന സംഘടനകളും അതുപോലെ പാർട്ടി ഘടകങ്ങളുമെല്ലാം തങ്ങളാലാവുന്ന വിധത്തിലുള്ള സംഭാവന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി വരുന്ന സന്ദർഭം കൂടിയാണിത്. സഹജീവികളെ
ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് ശക്തി പകരുന്ന വിധത്തിൽ എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഈ ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട്. സഖാവ് കൃഷ്ണപിള്ളയുടെ വീരോചിതമായ ഓർമ്മ ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് നാടിനെ സംരക്ഷിച്ച് മുന്നേറുന്നതിന് നമുക്ക് ശക്തി പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.